Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റും വെറൈറ്റിയും അതുപോലെ തന്നെ കറുമുറ കഴിക്കാനും എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റിയ ഒരു കാസർഗോഡൻ സ്പെഷ്യൽ ഈദ് സ്പെഷ്യൽ പെരുന്നാളപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അത് കടലാച്ചിൻ്റെ റെസിപ്പിയാണ്. കടലപ്പം, കടലാച്ചി അങ്ങനെയൊക്കെ പറയും നമ്മളെ നാട്ടിൽ. നമ്മളെ കാസർഗോഡ് വീട്ടമ്മമാർ ഒരുപാട് തരം അപ്പങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതിലൊരു അപ്പവുമാണ് ഇത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ. നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ. കഴിഞ്ഞ ഇതിന് ഞാൻ ഉണ്ടാക്കിയ അപ്പങ്ങളാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്, പക്ഷേ ഇടാൻ പറ്റിയില്ല. ഞാൻ പെരുന്നാളിൻ്റെ വ്ളോഗ് ആയിട്ടൊന്നും ചെയ്യാറില്ല, അതുകൊണ്ടാണ് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. ഞാൻ 12 തരം സ്നാക്സാണ്, പെരുന്നാളപ്പങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ കുവൈത്തിൽ അവൈലബിൾ ആയിട്ട് കിട്ടും ഈ അപ്പങ്ങളൊക്കെ. വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് തരാം. ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഞാൻ 1 കിലോ കടല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നുള്ളത്. ഇത് റോസ്റ്റഡ് ചന ദാൾ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുള്ളത്. നമ്മളുടെ നാട്ടിൽ പൊട്ട് കടലയിൽ കടല വേള എന്നൊക്കെ പറയും. എൻ്റെ മല പറയിൽ കടലവേള എന്നാണ്. അപ്പോൾ അത് ഞാൻ 1 കിലോ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാക്കിയത് കൊടുക്കാനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1 kg ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു മാവ് തയ്യാറാക്കി എടുക്കണം. അതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, ജസ്റ്റ് ഒന്ന്. ഇല്ലെങ്കിൽ നളുത്തിട്ടൊക്കെ ഉണ്ടാകുമെങ്കിൽ അത് അത്ര നല്ലതായിട്ട് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അതിനൊരു മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 ഏലക്കയും ഒരു 1/2 കപ്പിൻ്റെ താഴെയായിട്ട് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തന്നെ തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക തരം ടേസ്റ്റ് തന്നെയാണ് എനിക്ക് കിട്ടുന്നുള്ളത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 3 കപ്പ് പച്ചരിയാണ് വെള്ളത്തിൽ ഒരു 5-6 മണിക്കൂർ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പോൾ അതിനെ 2 ബാച്ചസ് ആയിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നുള്ളത്. അപ്പോൾ 3 കപ്പിന് 3 മുട്ടയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളത്. മുട്ടൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 1.5 കപ്പിന് 2 മുട്ട, 3 മുട്ട അങ്ങനെയും ചേർക്കാം. 3 കപ്പിന് 3 മുട്ടയായിട്ട് അങ്ങനെയും ചേർക്കാം. പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്തിട്ട് നമുക്കിതിനെ അരച്ചെടുത്ത് വരാം. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, എന്നാലത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇത് കുറച്ച് ലൂസായിട്ട് പോയെന്ന് പറഞ്ഞിട്ടൊന്നും ആരും വിഷമിക്കൊന്നും വേണ്ട. അപ്പോൾ അതിലേക്ക് ദോശൻ്റെ മാവൊക്കെ ഉണ്ടാകുന്നില്ല, അങ്ങനെ മതി. ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലേക്കാണ് ഞാൻ ആദ്യം മാറ്റി കൊടുക്കുന്നുള്ളത്. അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിനെ ലൂസ് കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വരേണ്ടത്. നല്ലോണം ലൂസായെങ്കിലും നല്ലോണം കട്ടിയായെങ്കിലും അതിൻ്റെ അപ്പത്തിൻ്റെ ടെക്സ്ചർ മാറും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ റോസ്റ്റഡ് ചനദാൾ കുറച്ചായി ഇട്ട് കൊടുത്തിട്ടായിട്ട് ഒന്ന് നല്ല പോലെ മിക്സ് ചെയ്തിട്ടായിട്ട് കൈ കൊണ്ട് തന്നെയാണ് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളത്. കൈ കൊണ്ട് ഇട്ട് കൊടുക്കാൻ പേടിയുണ്ടവർ ഇതിങ്ങനെ ചെയ്യണ്ട, സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചാൽ മതി. അപ്പോൾ അത് കട്ടിയായിട്ട് ഉണ്ടാകുന്നുണ്ട്. സ്പൂൺ കൊണ്ട് ഒഴിക്കുമ്പോഴേക്ക് നമുക്കെപ്പം പെർഫെക്റ്റ് ആയിട്ട് വരാറുള്ളത് കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ്. പക്ഷേ ഇത് നല്ല ചൂടും ഉണ്ടാവും. അത് 1-2 പ്രാവശ്യം ഉണ്ടാക്കിയതിന് ശേഷം വേണം നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റായിട്ട് ബിഗിനേഴ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പോയിട്ട് കൈ കൊണ്ട് കോരി ഒഴിക്കാനൊന്നും പോകണ്ട. സ്പൂൺ കൊണ്ട് ഒഴിച്ചെടുത്തിട്ട് മെല്ലെ സാവകാശം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഒരു സൈഡ് നല്ല പോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയതിൽ പിന്നെ മറ്റേ സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡിലും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടുമ്പോഴത്തേനാണ് നമ്മൾ ഇതിൽ നിന്ന് കോരി മാറ്റേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ മൊത്തത്തിലായിട്ട് നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ഇപ്പോൾ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ റിമൂവ് ആയിട്ട് പോകാനാണ് ഇങ്ങനെ പേപ്പർ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുകയാണെങ്കിൽ ഒരു 5-6 മാസം വരത്തേക്ക് എന്തോ ആകുന്നില്ല, ഞങ്ങൾക്ക് അത്രയൊന്നും എത്തലില്ല. അതിന് മുമ്പായി തന്നെ ഇത് കഴിയും. ഇവിടെ മക്കൾക്കും ഇക്കാക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു
അപ്പമാണ് ഈ കടലപ്പത്തിൻ്റെ റെസിപ്പി. നമുക്ക് 2 പെരുന്നാൾക്കും, ചെറിയ പെരുന്നാളിനായെങ്കിലും വലിയ പെരുന്നാളിനെങ്കിലും ഞങ്ങൾ ഇഷ്ടത്തോടെ ഉണ്ടാക്കുന്ന അപ്പങ്ങളാണ് ഇതൊക്കെ. ഇതിൽ ഒരേ മാവ് വെച്ചിട്ട് 3 തരം അപ്പങ്ങളും നമുക്ക് ഇതിലുണ്ടാക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.